നമുക്ക് ആദ്യം കാടയൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഞാനൊരു 10 കാടയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാട ഒന്നിന് 35 രൂപ മുതൽ 50 രൂപ വരെ വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഒരു മീഡിയം സൈസാണ്, ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല. നല്ലപോലെ വൃത്തിയാക്കണതിന് ഒരു പരുവത്തിൽ അവർ വൃത്തിയാക്കി തന്നിട്ടുള്ളൂ. നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. രോമമൊക്കെ ഉണ്ടെങ്കിൽ വലിച്ച് മാറ്റിക്കളയണം, അല്ലെങ്കിൽ പണി കിട്ടും വയറ്റിനുള്ളിൽ. നല്ലപോലെ കഴുകിയെടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് മാത്രം. നല്ലപോലെ കൈ അകത്തൊക്കെ ഇട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യണം. സാധനം കുഞ്ഞാണെങ്കിൽ നല്ല ക്ലീനിങ് പരിപാടി ഭയങ്കര പരിപാടിയാണ് ഇതിൻ്റെ. നമ്മളൊരു 4-5 പ്രാവശ്യം കാടിനൊക്കെ നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട്. നല്ലപോലെ വൃത്തിയായി കഴുകണം ഈ സാധനം. ചെറിയ രോമം പോലും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നമുക്കിതിനെ ഒന്ന് മസാലയൊക്കെ പുരട്ടാം. മസാല പുരട്ടുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിലൊക്കെ ഓരോ വരയിട്ട് കൊടുക്കണം. അപ്പോഴേ ശരിക്കും മസാല ഇതിനകത്ത് ഇറങ്ങുള്ളൂ. ഈ നെഞ്ഞിൻ്റെ ഭാഗത്ത് മാത്രം വരയിട്ടാൽ മതി. ഇവിടെ മാത്രം കുറച്ച് ഇറച്ചിയുള്ളൂ, ബാക്കിയൊക്കെ എല്ലാമാണ്. ഓക്കെ, എല്ലാത്തിലും ഓരോ വരയിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കിത് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് മുളക് പൊടി നമ്മളൊരു 10 കാടയുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ ഫുള്ളായിട്ട് മഞ്ഞൾപ്പൊടി, ഒരു 1.25 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി. ആദ്യം നമ്മളിട്ടത് കാശ്മീരി ചില്ലിയാണ്, അതാണ് കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടണം. ഇനി കുറച്ച് ഗരം മസാല. ഓക്കെ, കുറച്ച് ഇഞ്ചി പേസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്. കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇതിന് കൂടുതലിരുന്നാൽ ഇതിൻ്റെ ആ മണം ഉണ്ടാവില്ല. ഇന്ന് കുറച്ച് നാരങ്ങ കൂടി പിഴിയാം. നാരങ്ങൻ്റെ കുരു ഇങ്ങനെ ഒക്കെ കയ്യിൽ നിൽക്കും. നാരങ്ങ പോരാ, ഒരു 1.5 നാരങ്ങയെങ്കിലും പിഴിയണം. ഒരു 1.5 നാരങ്ങ ഞാൻ പിഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പാകത്തിന് ഉപ്പിടുക. ഓക്കെ, ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് പോരെങ്കിൽ ലേശം എണ്ണ കൂടി ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം കൂടി ലൂസാക്കണം. അതിന് കുറച്ച് എണ്ണ ഒഴിച്ചാലേ ഒരല്പം കൂടെ ലൂസാവുള്ളൂ. ഓക്കെ, അല്പം കൂടി ലൂസായാലും ശരിക്കും നമ്മുടെ കാടയിൽ പറ്റി പിടിക്കുള്ളൂ. ഇത് ലൂസായത് വരെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ അത്യാവശ്യം ലൂസാക്കി എടുത്തിട്ട് നമ്മൾ ഏകദേശം ഈ ലൂസാക്കി എടുത്തിട്ടുണ്ട്. മസാല കുറച്ച് കൂടുതലാണ്, കാരണം ഞങ്ങൾ കുറച്ചുകൂടെ കാട ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലൊരു 10 കാടയെ കാണിക്കുള്ളൂ. അപ്പോൾ കുറച്ച് ബാക്കി കാടയും നമ്മുടെ അടുത്തുണ്ട്. അതിന് കൂടെയുള്ള മസാലയാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ കാടയായിട്ട് നല്ലപോലെ മസാല ഇതിനകത്ത് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം. അകത്തൊക്കെ തേക്കണം, അപ്പോൾ ശരിക്കും ഇതാവുള്ളൂ. ഉള്ളിലൊക്കെ അല്പം മസാല തേച്ച് ഓക്കെ. എല്ലാ കാടിലും നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്യണം. ശരിക്കും പിടിക്കുള്ളൂ ഇറച്ചിക്കകത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കാടയാണ്. കുറച്ചുകൂടി നമ്മുടെ മസാല ബാക്കിയുണ്ട്. ആ മസാല നമ്മൾ കുറച്ച് കാട നമ്മൾ വേറെയുണ്ട്, അതുകൊണ്ട് പിള്ളേർ ശരിയായിക്കോളും, അവർ റെഡിയാക്കും. നമ്മൾ വീഡിയോയിൽ ഒരുപാട് കാണിക്കുന്നുണ്ടാവണ്ടേ. ഓക്കെ, കാടയൊക്കെ റെഡിയായി. ശരിക്കും ഇതിന് 1 മണിക്കൂർ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ശരിക്കും ഇതിനകത്ത് പിടിക്കുള്ളൂ. അപ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ സമയമില്ല എങ്കിലും 1 മണിക്കൂർ റെസ്റ്റ് നമ്മൾ വെക്കുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ 1 മണിക്കൂർ റെസ്റ്റിന് ഇരിക്കട്ടെ.
നമ്മൾ ചിക്കനൊക്കെ റെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു അടുപ്പ് സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് പണി എളുപ്പമാക്കാം. ഓക്കെ, കുറച്ച് വിറക് വെച്ച് അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. വിറകിൻ്റെ തൊലിയാണ് കത്താനായിട്ട് കത്തിപ്പിടിക്കും പെട്ടെന്ന്. അടുപ്പ് കത്തിച്ച് വിടാം. കർപ്പൂരമാണ്, ഭയങ്കര കാറ്റാണ്, അതൊക്കെ പിടിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുപ്പ് കത്താൻ പറഞ്ഞിട്ടുണ്ട്. ചട്ടി വെച്ച് കൊടുക്കണം. ഓക്കെ, ഇവിടെ ചട്ടിയിലൂടെ തന്നെ ലേശം എണ്ണ വെച്ചു. ലേശമല്ല, ഞാനൊരു 1 ലിറ്റർ മേലെ എണ്ണ ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു 10-20 കാട വറുക്കാണ്ട്. പത്രം നമുക്ക് വീഡിയോയ്ക്കുള്ളൂ, ബാക്കി നമ്മൾ നമ്മുടെ പിള്ളേർ വറുത്തെടുക്കും. ഓക്കെ, എണ്ണ മതിയായില്ല, 1 ലിറ്റർ ഒഴിച്ചു മതിയായില്ല, ഒരു 1/2 ലിറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ലിറ്റർ എണ്ണ കൂടെ ഒഴിച്ചെടുക്കാം. ഓക്കെ, എണ്ണ നല്ലപോലെ ചൂടാകട്ടെ. നമ്മുടെ എണ്ണയൊന്ന് ചൂടായി നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് പതുക്കെ വരണിട്ട് കൊടുക്കാം. ഓക്കെ, 3 ഒരു 5 എണ്ണം തന്നെ പോലെ ഒപ്പിച്ചാൽ നമുക്ക് 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം. 10 എണ്ണം, 5. ഓക്കെ, 5 എണ്ണം മതി. നമുക്ക് പതുക്കെ പാടുള്ളൂ, തീ പതുക്കെ കത്താൻ പാടുള്ളൂ. അപ്പോൾ അപ്ലൈ ശരിക്കും ഉള്ളൊക്കെ ഒന്ന് നല്ലോണം വേവുള്ളൂ. വെറുതെ ഇളക്കാനും പാടില്ല, ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് നല്ലപോലെ ഒന്ന് വേകട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിടാം. ചെറുതായിട്ട് തീ കത്താൻ പാടുള്ളൂ. നമുക്ക് പതുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടി വെന്തിട്ടുണ്ടായില്ല, അത്ര സമയമായില്ല നമ്മൾ, എങ്കിലും പതുക്കൊന്ന് തിരിച്ചിട്ട് 2 സൈഡും ഒന്ന് വേകട്ടെ. ഓക്കെ, കരിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമാണ്. നല്ലപോലെ വെന്ത് മുറുകണത്, അപ്പോഴേ ശരിക്കും ഈ കാടൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, കുറച്ച് നേരം തിരിച്ചും മറിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം വേവിച്ചാൽ നല്ല കടയിൽ വാങ്ങിക്കണം അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കാട ഏകദേശം ആയിട്ടുണ്ട്. അയ്യോ, എടുത്തിട്ട് വരുന്നില്ല. ഓക്കെ, നല്ലപോലെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇത് ഒരെണ്ണം അടിയിട്ടൊന്നും തോന്നുന്നതല്ല. നല്ല മുരിഞ്ഞ് കിട്ടണം, അപ്പോഴേ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ നാടൻ സ്റ്റൈലിൽ വറുത്താണ്. നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മസാല അതിൽ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ഇത് നമ്മൾ കോൺഫ്ലവറൊന്നും ഇട്ടിട്ടില്ല, നാടൻ സ്റ്റൈലിൽ ഒന്നുകൂടാതെ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ വറുക്കുമ്പോൾ വറുത്താണ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്, അതും കൂടെ വറുത്തെടുക്കാം. ഇതും കൂടെ വറുത്തെടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പതുക്കെ തീ കത്താൻ പാടുള്ളൂ. സ്പീഡിൽ കത്തിയാൽ ഉള്ളു വേകില്ല, കരിഞ്ഞും പോകും. ഓക്കെ, പതുക്കെ കത്തിയാനേ ഒഴിച്ചെടുക്കണം. നല്ല മുരിച്ചെടുക്കണം, നല്ല മുരിഞ്ഞിരിക്കണത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മുടെ എല്ലാ കാടയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. പതുക്കെ മുറിയാതെ എടുക്കണം, മുറിഞ്ഞാൽ പോയില്ലേ, എൻ്റെ ഭംഗി പോയില്ലേ. നല്ലോണം മുറുകിയിട്ടുള്ള സംഗതി. ഇനി കുറേ കാട ഉണ്ട് നമ്മുടെ അടുത്ത്, നമ്മുടെ പിള്ളേർ ബാക്കി റെഡിയാക്കി എടുക്കും. ഓക്കെ, നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിനകത്ത് ഇത് വറുത്തെടുത്തൊരു ടേസ്റ്റ് പറയാൻ വേണ്ടി. ടേസ്റ്റ് നല്ല മണമുണ്ടാവും. ഓക്കെ, മതി. അപ്പോൾ നമ്മുടെ നാടൻ
കാട ഫ്രൈ റെഡി ആയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ വെച്ചിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴേ അതിൻ്റെ ഒരു ഇതുള്ളൂ. ഇതൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാനൊരു ചന്തം ഉണ്ടാവും. കഴിക്കുമ്പോൾ ഓരോ വർഷം ഉള്ളിയും കഴിക്കാം. ഒരു ചെറുനാരങ്ങ പീസ് വന്നിട്ട് കൊടുക്കാം. മതി ബാക്കി നമുക്ക് പിന്നീട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കാട റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയത് നാടൻ രീതിയിൽ സാധാരണ മസാലകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. മറ്റ് എന്താ പറയുക കോൺഫ്ലവറോ അങ്ങനെ മൈദയോ അതൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഇത് ചില്ലിയാക്കി ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ രാമനെ വിളിക്കാം. രാമൻ ഫ്രീ ആണ്, വാ. രാമനെ വിളിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്താണെന്നുള്ള അറിയുള്ളൂ. ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോട്ടെ. കഴിച്ച് നോക്കിയിട്ട് അതിനോട് പറയണം കേട്ടോ. ഇത് എല്ല് മുള്ളൊക്കെ കടിച്ച് വലിച്ചെടുക്കുക രാമ. എടുത്തോ, കാലൊക്കെ അടത്തിരുത്തോ. ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കണ്ടേ വേണ്ടത് ശരിക്കും. വേണ്ട ശരിക്കും ഒന്നുമില്ല കഴിക്കണോ, ഒരു എല്ല് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും കൊണ്ട് അവരും കൊണ്ട് വാ ബിനു. സഹിത്തേ കമാൺ. സഹിത്തില്ലാണ്ട് ഒരു ടേസ്റ്റ് നോക്കണില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നുള്ളതിൻ്റെ റെസിപ്പി നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. timesofkerala.in എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. അതിൽ ഇത് മാത്രമല്ല, നമ്മുടെ റെസിപ്പി മാത്രമല്ല, എല്ലാ റെസിപ്പീസും അതുപോലെ തന്നെ എല്ലാ ന്യൂസും നമ്മൾ ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുക. അപ്പോൾ ആ വെബ്സൈറ്റൊക്കെ എല്ലാവരും എപ്പോഴും വിസിറ്റ് ചെയ്യാം. ഓക്കെ, വാ സുൽഫി വാ. സുൽഫി ഒന്ന് നോക്കുന്നുണ്ട്, വാ വീത്ത വാ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്ക്. അപ്പോൾ ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തുടർന്ന് കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഞങ്ങൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇവർ ബിസിയിലാണ്. നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടേ ഇതൊക്കെ പിഴിഞ്ഞ് വിനോദേ ഇതൊക്കെ പിഴിഞ്ഞാലേ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. അതിനാണ് നമ്മൾ ചെറുനാരങ്ങ വെച്ചിരിക്കണം. ഇല്ല സുൽഫി? പിന്നെ സുൽഫിക്ക് അറിയുള്ളൂ കേട്ടോ. സുൽഫി എപ്പോഴും ഉറച്ച മീനാണ് തിന്നത്. സുൽഫി എൻ്റെ ബ്രദറാണ് കേട്ടോ. നമ്മുടെ എല്ലാ പരിപാടിക്കും സുൽഫി ഉണ്ടാവും. വീഡിയോയിൽ വരാൻ ചെറിയ ചമ്മലാണ് മാത്രം. അങ്ങനെയുണ്ട് സൈതേ വലിയൊരു കഷ്ണം എടുത്ത് കൈ പിടിച്ചിരിക്കാം അല്ലേ? അപ്പോൾ ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ. നമ്മുടെ കുട്ടികൾക്കുള്ള സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ട് എടുത്താണത്. അത് അവിടെ ഇനി റെഡി ആയിക്കൊണ്ട് 2-3 ആളുകൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും കാണാം.